കെട്ടിപ്പിടുത്തം ഞാനല്ല സർ നടത്തിയത്. അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട്. പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സർ. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കം. ഇപ്പോൾ അദ്ദേഹം പറയാതിരിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ നേതാവ് BJPയുടെ നാവായി മാറിയിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് സാർ. ഒരു കാര്യം കൂടി എന്നെ കുറിച്ച് സാർ ഈ സഭയിൽ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള മഹാ തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇവിടെ ഈ സഭയിൽ ഇരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് സാർ. എന്നെ ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ വന്ന് കള്ളം പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഒരു വാക്ക് ഉപയോഗിച്ചില്ല എന്ന് പിന്നെ കള്ളം പറഞ്ഞു. കെ കരുണാകരനെ പോലെ ഒരാളെ പോലും കടത്തിവിടാത്ത, ശശി തരൂരിന് കൈകൊടുക്കാത്ത, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുമുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ബെല്ലാരിയിൽ നിന്നുള്ള ബെല്ലാരിയിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരിയും ഇവിടുത്തെ ഈ ആരോപണ വിധേയനായ ആളുകളും പോകുമ്പോൾ കൂടെ എംപിമാരെന്ന് പടമെടുക്കണമെങ്കിൽ ആ വീടിനകത്ത് കയറണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അവിടെ കയറിപ്പോ ഇതെല്ലാം ചെയ്യുമ്പോ എന്താ ഉദ്ദേശമുണ്ട്? ഇന്നലെ സഭയിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. 1. 2, ഇവിടെ കോപ്രായമാണ് നടത്തിയെന്ന് പറഞ്ഞു. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഒരു കോപ്രായവും നടത്തിയിട്ടില്ല. സഭാ നടപടികൾ സംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല. അതിനൊരു തെറ്റായ പ്രചരണം നടത്തുന്നത്, ആ ചോദ്യോത്തരത്തിന്റെ പേരിൽ മൈക്ക് കിട്ടുമ്പോൾ മന്ത്രിമാർ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിക്കുന്നത്, സാർ അതെല്ലാം ഇവിടുത്തെ രേഖയിൽ കിടക്കുകയാണ്. നിയമസഭയിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രിയപ്പെട്ട നേതാക്കളാണ്. ഒരാൾ ഇവിടെ നിന്നുള്ള MP ആണ്, കേരളത്തിൽ നിന്നുള്ള. അവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരം മന്ത്രിമാർ തന്നെ മൈക്ക് കിട്ടുമ്പോൾ നടത്തിയാണ്. സാർ, ഈ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പൂർണ്ണമായി അതുമായിട്ട് നിസ്സഹകരിക്കും. ഞാൻ അങ്ങ് പറഞ്ഞാൽ പേര് പറയാം. അത് പേര് പറഞ്ഞാൽ അംഗത്തിനൂടി മോശമാകുന്നുള്ളതുകൊണ്ടാണ് ചെയർ പരാമർശിക്കാത്തത്. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് ഞാൻ പറയാൻ നിർബന്ധിതമാണ്. സാർ, അങ്ങ് വിലക്കിയിട്ടും അങ്ങ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വാച്ച് ആൻഡ് വാർഡ് അത് ചെയ്തു. അങ്ങ് വിലക്കുന്നത് പരസ്യമാണ്. അങ്ങ് അവരെ വിലക്കി ചെയ്യരുതെന്ന് പറഞ്ഞു. അത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. വാച്ച് ആൻഡ് വാർഡ് ഒരു പ്രകോപനം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വാച്ച് ആൻഡ് വാർഡിനെ ഡെലിബറേറ്റ് ആയി പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. ബോധപൂർവ്വം ചെയറിന് വാച്ച് ആൻഡ് വാർഡിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയർ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു ചെയറിനെ അന്ധനാക്കരുത് എന്ന്. കഴിഞ്ഞ കുറെ ദിവസമായി ചെയറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസ്യരാവാൻ കഴിയുന്നത്? ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന്. അത് സാർ അവിടെ ചാടിക്കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ആ ചാടിക്കയറിയ അംഗം വല്ല ഹൈജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു, നാടിന് വലിയ ഗുണമുണ്ടാവുമായിരുന്നു. സാർ, അങ്ങനെയല്ലേ ചാടിക്കയറിയത്? സാർ, ഇവിടെ നിന്ന് മുന്നിലൂടെ രണ്ടംഗങ്ങളാണ് ചാടിക്കയറിയത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരാൾ നിയമജ്ഞനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അതെ, നിയമപരമായിട്ടുള്ള ചാട്ടമായിരുന്നു എന്ന് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറഞ്ഞു. സാർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എല്ലായ്പ്പോഴും പാർലമെന്ററി മര്യാദകളെ കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. 25 വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ളയാളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു. അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ സാർ. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സാർ, ഒരു മിനിറ്റ്. ഇരട്ടത്താപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സാർ. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സാർ,
ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താക്ഷേപമാണ് നടത്തിയത്? BBG റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം, കുടിച്ചതാണോ ആക്ഷേപം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം. മന്ത്രിമാർ, ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താമെന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം. ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല. അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല. ഒരു മിനിറ്റ് മനസ്സിലായി. ഈ ബഹുമാന്യായ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാൻ ഇവിടെ ആരും ശ്രമിക്കും. യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബഹുമാന്യായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും അതിന് മൂന്നാമത്തെയാളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് നിലക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ സ്വർണം മോഷ്ടിച്ച ആൾക്ക് സ്വർണം വാങ്ങിയ ആളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJPയോടുള്ള താല്പര്യമാണ് സാർ. ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ സോണിയാഗാന്ധിയെ കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്, ഡൽഹിയിൽ FIR ഇടാൻ പറഞ്ഞത്, പുരാവസ്തു കച്ചവടത്തിന്റെ കാര്യം ഞങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ആര് കൊണ്ടുപോയി? ഒരു MP, ഒരു UDF കൺവീനർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു. സ്വർണം കട്ടയാൾ വാങ്ങിയാൽ മൂന്നാമത്തെയാൾ ഒറ്റ ഫ്രെയിമിലുള്ള 2 ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം. വ്യക്തമാക്കട്ടെ, അതോടുകൂടി സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാക്കും. നിങ്ങൾ അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഇരട്ടത്താപ്പാണ്, ഞങ്ങൾ ഇവിടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു എന്ന്. സാർ, ആ ഡയസിൽ കയറി ആ ഡയസിൽ കയറി അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞ ആ കസേരയെടുത്ത് താഴേക്കിട്ട ആളുകളെ കൂടെ ഇരുത്തിയിട്ടാണ് ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പ്രിയങ്ക ഗാന്ധി പാർലമെന്റിനകത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കഴിച്ചു എന്നാണ് പറയുന്നത്. സാർ, ഡൽഹി കലാപത്തിന് വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറുമായി സംസാരിക്കുന്നതും സുഹൃത്തുക്കളാണെന്നും അത് അഭിമാനമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട മന്ത്രിയാണ് മന്ത്രി MP രാജേഷ്. പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിച്ചു. പാർലമെന്ററി മന്ത്രി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന പടം എന്നാണ്. ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഇയാൾ നിൽക്കുന്ന പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. മുഖ്യമന്ത്രിയുടെ കൂടെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ല, അങ്ങ് പാർലമെന്ററി സമയമായി അങ്ങ് പോയിന്റ് പറഞ്ഞല്ലോ. ഞാനല്ല പറഞ്ഞിട്ടില്ല. അങ്ങ് 5 പ്രാവശ്യം ഒരേ കാര്യം പറഞ്ഞപ്പോ തടസ്സപ്പെടുത്തില്ല. ഒരേ കാര്യം തന്നെ പറയുന്നത് അല്ലല്ല. അങ്ങ് കേൾക്ക്, ഇത്ര അസഹിഷ്ണുത എനിക്ക് കൂടെ പറയാനുള്ള റൈറ്റ് ഉള്ളതാണ്. സോണിയാഗാന്ധി അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന പടം ഉണ്ടല്ലോ, ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. മുഖ്യമന്ത്രി ഞങ്ങൾ അധിക്ഷേപിച്ചില്ല. അതുകൊണ്ട് അത്തരം ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ഇവരാണ്. ഇരട്ടത്താപ്പ് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിന് ഇന്നലെ പാർലമെന്ററി കാര്യമന്ത്രി ഞാൻ അധിക്ഷേപിച്ചു. SNC ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടപ്പോൾ അന്നുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണം
എന്ന് പറഞ്ഞ് ബാലി കോലി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് സമരം സംഘടിപ്പിച്ച ആളാണ് ഈ പാർലമെന്ററി കാര്യമന്ത്രി. Yes, Minister. എറണാകുളത്ത് Yes, എന്നെ Minister. കൊണ്ട് പറയിപ്പിക്കല്ലേ? Yes, Minister. Yes, law. ഏതാ? അല്ല, Yes, yes. നിശ്ചയിന് വേണ്ടി വരും. ഒരു മിനിറ്റ്. Yes, Parliamentary Minister. സാർ, അദ്ദേഹം എല്ലാവർക്കും തരാം, എല്ലാവർക്കും തരാം. അദ്ദേഹം വ്യക്തിപരമായ പരാമർശങ്ങൾ ഇവിടെ നടത്തി. വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി. സാർ, ഇതെന്ത് ന്യായമാണ് സാർ? നിൽക്കണ്ട അൻവർ, മറുപടി കേൾക്കാൻ നിൽക്കണ്ടേ? അതെന്താ ഒരു ഡിബേറ്റിലേക്ക് പോകുമ്പോ രണ്ടു പക്ഷവും പറയാൻ കേൾക്കണ്ടേ? അങ്ങ് പറഞ്ഞോ ഇത് സാർ, അങ്ങ് പറഞ്ഞോ അങ്ങയുടെ നിരയോട് മിണ്ടാതിരിക്കാൻ പറ. യെസ്, അങ്ങ് സംസാരിച്ചു, അവിടെ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവില്ല. യെസ് സാർ, ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ അനുരാഗ് താക്കൂറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം. കെട്ടിപ്പിടുത്തം ഞാനല്ല സർ നടത്തിയത്, അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട്. പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സാർ. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് താക്കൂറും ഞാനും മാത്രമല്ല, രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായിരുന്നവരാണ്. പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ? അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടമെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പടം വന്നാൽ അത് ഫേസ്ബുക്കിൽ ഇടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വേറെ, രാഷ്ട്രീയമായ നിലപാട് വേറെ. അങ്ങ് ഗോൾവാൾക്കറിന്റെ മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധമുണ്ടോ? രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, വിമർശനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. മിനിസ്റ്റർ, പ്രതിപക്ഷ മേധാവിന് സമനില തെറ്റിയെന്ന് തോന്നുന്നു. എന്റെ വകുപ്പൊന്നും മാറ്റിക്കളയരുത്. പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. അങ്ങേക്ക് പെട്ടെന്നാകെ നിലയങ്ങ് തെറ്റിപ്പോയി. അതുകൊണ്ട് പണ്ട് എല്ലാം ആധികാരികമായി പറയുന്ന ആള് എവിടെ നിൽക്കുന്നതിന് തെളിവാണ്. സാർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അങ്ങയെപ്പോലെ ഇത്ര അറിവും ആധികാരികതയും വായനയും പരിചയ സമ്പത്തും ഒക്കെയുള്ള ഒരാൾ പറയാവുന്ന താരതമ്യമാണോ സാർ അത്? ഇവിടെ ഒരു പരിപാടി അസംബ്ലിയുടെ മുൻപിൽ ഉദ്ഘാടനം ചെയ്യുമ്പോ നിങ്ങൾ കൊടുത്ത ചിത്രത്തിന്റെ യാഥാർത്ഥ്യം വീഡിയോ ദൃശ്യങ്ങളിലൂടെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ലേ? മുഖ്യമന്ത്രി ഇത് കഴിഞ്ഞു വരുന്നു, അവിടെ നിൽക്കുന്നു, കാറിന്റെ മുൻപിൽ ഈ പോറ്റി നിൽക്കുന്നു, മാറി നിൽക്കാൻ കൈകൊണ്ട് കാണിക്കുന്നു, കാറിലേക്ക് കയറി പോകുന്നു. ഇതല്ലേ യഥാർത്ഥം നടന്നത്? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് അങ്ങേക്ക് കയറി ചെല്ലാൻ കഴിയോ? നേരെ ശശി തരൂർ എത്ര നാളായി കാത്തു നിന്നിട്ട് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗുലാം നബി ആസാദിന് വീടിനകത്തേക്ക് കയറാൻ പറ്റാത്തത് കൊണ്ടല്ലേ അദ്ദേഹം പാർട്ടി വിട്ടുപോയത്? എത്ര മുഖ്യമന്ത്രിമാർ സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ പാർട്ടി വിട്ടുപോയി? കെ കരുണാകരൻ, ലീഡർ കരുണാകരൻ, അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയോ? മൂപ്പനാർക്ക് കിട്ടിയോ? അപ്പൊ ഈ സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാസത്തിന്റെ തിളക്കം. ഇപ്പോൾ അദ്ദേഹം പറയാതിരിക്കുമ്പോ സോണിയാഗാന്ധി ഇരുട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷ മേധാവ് BJPയുടെ നാവായി മാറിയിരിക്കുന്നതാണ് യാഥാർത്ഥ്യം സാർ. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ട്. അദ്ദേഹം എങ്ങനെ ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നലെ ഇവിടെ പാർലമെന്ററി കാര്യമന്ത്രിയല്ല, നിയമ വ്യവസായ വകുപ്പ് മന്ത്രി MLA കയർ വകുപ്പ് മന്ത്രി എന്നതിൽ ഞാൻ പറഞ്ഞു, അങ്ങ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞു. അങ്ങ് പറഞ്ഞു ഈ പാർലമെന്ററി കാര്യമന്ത്രി അവിടേക്ക് മാർച്ച് നടത്തിയതാണ്. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു. നിയമസഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് പുറത്ത് രേഖകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ അഭിപ്രായം പക്ഷെ അങ്ങേക്ക് ജനതാല്പര്യമല്ല. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെറ്റിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. മിനിസ്റ്റർ, പെട്ടെന്ന് പറയണേ. വളരെ കാര്യമായിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സാർ, കഴിഞ്ഞ ആഴ്ച ഞാനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കൂടെ പങ്കെടുക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ കോൺഫറൻസ് ഉണ്ടായിരുന്നു. സാർ, ആ ട്രേഡ് യൂണിയൻ കോൺഫറൻസിൽ പങ്കെടുക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ ശിവൻകുട്ടിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു,
ഞാനും ഇനി അത് മനസ്സിലാക്കിയിട്ട് ആഞ്ഞടിക്കാന്ന് പറഞ്ഞു. സാർ, അങ്ങ് മനസ്സിലാക്കണം, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF-ന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ധർണ ഉണ്ടായിരുന്നു. ആ ധർണയിൽ സാർ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് മനസ്സിലാക്കണം, അങ്ങാണ് എനിക്ക് സംരക്ഷണം നൽകേണ്ടത്. സ്പീക്കർ അങ്ങാണ് സഭയ്ക്ക് അകത്തും പുറത്തും സംരക്ഷണം നൽകേണ്ടത്. എന്നെ കുറിച്ച് സാർ ഈ സഭയിൽ പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള മഹാ തരംതാണ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറായി. സാർ, ഞങ്ങൾ ഇവിടെ ഈ സഭയിൽ ഇരിക്കുന്ന ഏതെങ്കിലും മന്ത്രിമാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം, ജോസഫ് സാറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ സാർ. എന്നെ ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയിൽ വന്ന് കള്ളം പറഞ്ഞു, പച്ച കള്ളം പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഒരു വാക്ക് ഉപയോഗിച്ചില്ല എന്ന് പിന്നെ കള്ളം പറഞ്ഞു. സാർ, ഇവിടെ ഈ സഭയിൽ സാർ, ഈ സഭയിൽ പറയട്ടെ സാർ, ഈ സഭയിൽ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു, ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു. എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന്. എല്ലാവരും സാർ, തീർന്നല്ലോ സാർ. സാർ, ഇവിടെ അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഏത് റൂളാ ഈ സമരം? സാർ, ഇത് ഒരു റൂളും വേണ്ട സംസാരിക്കാൻ. വേറെ റൂളെന്താ കാര്യം പറയുന്നതിനുണ്ട് സാർ. സാർ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലിരുന്നാണ് സ്പീക്കറെ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലത്തെ സമരം നടന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമില്ല, ഏതാവൊരു കനകോലു പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത്. കോലു ആ കനകോലുവിന്റെ അഭിപ്രായമാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹം പറയാ ഇന്നലെ സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടിക്കയറി അങ്ങേ ആക്രമിക്കാമെന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റാഫിനെ സെക്യൂരിറ്റി ആക്രമിച്ച ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട് സാർ, ഒരു കാര്യം കൂടെ സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 2ാം പിണറായി ഗവൺമെന്റ് വന്നതിന് മുമ്പ് സാർ, 1ാം പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ് 2ാം പിണറായി ഗവൺമെന്റ് വന്ന അവസരത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെല്ലാം വകുപ്പ് തിരിച്ച് മന്ത്രിമാർക്ക് ഓരോ മന്ത്രിമാർക്ക് വകുപ്പ് തിരിച്ച്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്ലീസ് സാർ, ഒരു കാര്യം കൂടെ അങ്ങ് മനസ്സിലാക്കാൻ പറയാണ്. കഴിഞ്ഞ 2ാം ഗവൺമെന്റ് വന്നപ്പോ വകുപ്പ് തിരിച്ച് ഒരാൾക്ക് മന്ത്രിയാവാൻ വേണ്ടി പറ്റില്ല. ഇപ്രാവശ്യവും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1ാം പിണറായി ഗവൺമെന്റ് വന്നു, 2ാം പിണറായി ഗവൺമെന്റ് വന്നു, 3ാമതും പിണറായി ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാർ. അതുകൊണ്ട് ആവശ്യമില്ലാതെ എന്നും ഈ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട. വിരട്ടൽ ഞങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറഞ്ഞാൽ പലരും മുണ്ട് തലയിലിട്ടുണ്ട് ഇവിടുന്ന് പോവേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാരണം ഞങ്ങൾ പല കാര്യങ്ങളും സാർ ബഹുമാനപ്പെട്ട FM പെട്ടെന്ന് പറയണം എന്താ പോയിന്റ് എന്നുള്ളത്. സാർ, എനിക്ക് പറയാനുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു സെഷനാണ്, ബഡ്ജറ്റ് സെഷനാണ് സാർ. ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷം ഇത് ബഹളം വെക്കാനും ഇറങ്ങിപ്പോകാനും നിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അടുത്ത വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. ഒന്ന്, ഈ സമയത്ത് ഈ സഭയിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട 2 വിഷയങ്ങൾ കേന്ദ്ര ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള പരാമർശമാണ് സാർ. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കയുടെ ഫ്രീ ട്രേഡ് സാർ, 10 ലക്ഷം വരുന്ന ക്ഷീര കർഷകർക്ക് പാലിന്റെ വില പകുതിയാവുന്ന, മറ്റു മേഖലകളിൽ വിലയിടിയുന്ന, ഇന്ത്യയുടെ മത്സ്യമേഖലയും എല്ലാ മേഖലയും കേരളത്തെ തകർക്കുന്ന ട്രംപിന്റെ കരാറിന് ഒപ്പിട്ടിട്ട് പ്രധാനമന്ത്രി നിൽക്കുകയാണ്. അതിനെപ്പറ്റി ഒന്നും പറയാതെ മനഃപൂർവ്വം ഇത് ചർച്ച ചെയ്യുന്നില്ല സാർ. ഇവർ പറഞ്ഞു സാർ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പ്രതിപക്ഷം പറയുന്നതോടെ കേട്ടിട്ട് മറുപടി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്ന് ഞാൻ പറയും. കാരണം നടത്തി പറഞ്ഞു ഒരു ധവളപത്രം ഇറക്കണമെന്ന്. സാർ, ധവളപത്രം ഇറക്കണ്ട, ഇവിടെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട അംഗത്തെ പോലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ മുഴുവൻ കാര്യവും സ്വന്തമായി കേന്ദ്രീകരിച്ച് ആരെയും ചർച്ചയ്ക്ക് സമ്മതിക്കാത്ത തരത്തിലേക്കാണ്. ഇവിടെ നല്ലപോലെ പഠിച്ച് സംസാരിക്കുന്ന പല അംഗങ്ങളുണ്ടല്ലോ,
സാർ ഒരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാതെ ആദ്യമായിട്ടാണ് സാർ പോകുന്നത്. ഇതാരും ചർച്ച ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് സാർ ഇന്നലെ ആ മഹത്തായ നിയമപരമായ ചാട്ടം കാണാൻ എനിക്ക് അവസരം കിട്ടിയത്. കാരണം ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള പേപ്പർ നോക്കി ഞാനിവിടെ 9:10 നിയമപരമായ ചാട്ടവും അല്ലാത്ത ചാട്ടവും നിയമപരമായ വടിയെടുത്തിട്ട് വാച്ച് ആൻഡ് വാർഡിനെ അടിക്കുന്ന അടക്കമുള്ള കാര്യം കാണിച്ചിട്ട് ഇവിടെ നിന്ന് ന്യായീകരിക്കുകയാണ് സാർ. ഇത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം അവരിത് കൊണ്ടുവരുന്നത്. ആർക്കും അറിയാം, ഞാൻ അതിലൂടെ പറഞ്ഞു സാർ. വഴിയില് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ഏതൊരാൾ വന്നാലും ഒരാൾക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കും, അല്ലാതെ എടുക്കാതിരിക്കില്ല. പക്ഷേ കെ കരുണാകരനെ പോലെ ഒരാളെ പോലും കടത്തിവിടാത്ത, ശശി തരൂരിന് കൈകൊടുക്കാത്ത, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുമുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ബെല്ലാരിയിൽ നിന്നുള്ള ബെല്ലാരിയിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരിയും ഇവിടുത്തെ ഈ ആരോപണ വിധേയനായ ആളുകളും പോകുമ്പോൾ കൂടെ എംപിമാരിൽ നിന്ന് പടമെടുക്കണമെങ്കിൽ ആ വീടിനകത്ത് കയറണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അവിടെ കയറിപ്പോ ഇതെല്ലാം ചെയ്യുമ്പോ എന്താ ഉദ്ദേശമുണ്ട് സാർ? ബഡ്ജറ്റ് സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത് കേരളത്തോടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷം ഈ നാട്ടിലേക്ക് തെറ്റാണെന്ന് പറയുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ഈ കേരളത്തിലേക്ക് 29 ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനോട് പ്രതിപക്ഷത്തിന്റെ നിലപാടെന്താണെന്ന് പറയേണ്ടത് സാർ. ഇന്നത്തെ പ്രശ്നം എന്താണ് സാർ? ഇന്ന് 118 അനുസരിച്ച്, ചട്ടം 118 അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തിനോടുള്ള നിലപാടിനെതിരെ ഒരു പ്രമേയം ഈ സഭ പാസാക്കാൻ നിൽക്കുമ്പോ അതിനോടുള്ള പ്രതിപക്ഷം കാണിക്കുന്നത് സാർ? ഇത് ഒരു പ്രതിപക്ഷ നിലപാടല്ല സാർ. കേരളത്തിലേക്ക് ആമയെ കൊടുത്തയച്ച കേന്ദ്ര ഗവൺമെന്റിനോട് കനകോരു പറഞ്ഞതനുസരിച്ചുള്ള ഐക്യപ്പെടലാണ് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രീയ. ഞാൻ ഒറ്റ കാര്യം ഡൽഹിയിലെ 10ാം നമ്പർ ജനപഥ റോഡിലേക്ക് കടന്നുപോയ ഒരാളുടെ പടവും ആംബുലൻസ് കൈമാറുമ്പോ എടുത്തൊരു പടവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് താരതമ്യം നടത്താൻ പറ്റുമോ സാർ? ആരാണ് ഇതിട്ട് നിർത്തിയിരിക്കുന്നത്? കേരളത്തില് കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായ പ്രതിഷേധമുണ്ട്. ചോദ്യം നമ്പർ 121 ശ്രീ ചോദ്യം നമ്പർ 120.